നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിവിഷനിലോട്ട് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ചർച്ച ചെയ്യത്തുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമുക്ക് ഇത്രയെടുത്ത് തിരിക്കാൻ പറ്റും ഏത് റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിനെ. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞേക്കുവാണ്. ക്ലാസിക്കൽ മെത്തേഡ്സ് പ്രകാരവും അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെത്തേഡ് പ്രകാരവും എന്ത് ചെയ്തേക്കുവാണ്, എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള കുറച്ച് റൂൾസ് പറയുന്നുണ്ട്, ഒരു 9 റൂൾസ്. പിന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ കാണുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. ഓക്കെ അല്ലേ? കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്. ഒരു റിഡോക്സ് റിയാക്ഷൻ 4 ടൈപ്പ് ഉണ്ടായിരുന്നു. അതാണ് അടുത്ത ടോപ്പിക്ക്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിഡോക്സ് റിയാക്ഷനെ ബാലൻസ് ചെയ്യണം. പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാൽവാനിക് സെല്ല് പറയുന്ന ചെറിയൊരു ടോപ്പിക്ക്. അത്രയും കൊണ്ട് ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് റിഡോക്സ് റിയാക്ഷൻ എന്ന്. എന്താ? ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നാൽ, ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് സംഭവിച്ചാൽ അതിന് പറയുന്ന പേരെന്താ? റിഡോക്സ് റിയാക്ഷൻ എന്ന്, അല്ലേ? അപ്പോൾ ക്ലാസിക്കൽ മെത്തേഡ് പ്രകാരം അപ്പം ഓക്സിഡേഷനും റിഡക്ഷനുമാണ്, അല്ലേ? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ അല്ലേ? റിഡക്ഷൻ ക്ലാസിക്കൽ കൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, അല്ല എങ്കിൽ മറ്റുള്ള ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് എന്തെന്ന് പറയാം? ഓക്സിഡേഷൻ എന്ന് പറയാം. അല്ല എങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഓക്സിഡേഷൻ എന്ന് പറയാം. എന്താണ്? ഓക്സിജനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് റിമൂവ് ചെയ്യുക. അതിന് പറയുന്ന പേരെന്താ? ഓക്സിഡേഷൻ എന്നാണ് പറയുന്നത്. ഏത് പ്രകാരം? ക്ലാസിക്കൽ മെത്തേഡ്സ് പ്രകാരം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. അത് നമുക്ക് എന്തെന്ന് പറയാം? ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരം റിഡക്ഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കോൺസെപ്റ്റ് പ്രകാരം എന്ത് കഴിഞ്ഞു? ഓക്സിഡേഷനും റിഡക്ഷനും പറഞ്ഞു കഴിഞ്ഞു. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെത്തേഡാണ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വളരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെത്തേഡ് പ്രകാരം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ എന്താണ്? ഓക്സിഡേഷനും ഇലക്ട്രോൺസിനെ മേടിച്ചാൽ എന്തായിരിക്കും? റിഡക്ഷനുമാണ്. അപ്പോൾ ലൂസ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് എന്തായിരിക്കും? ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് എന്തായിരിക്കും? റിഡക്ഷൻസ്, അല്ലേ? ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2mg പ്ലസ് O2 gas MgO, 2mgO. ഓക്കെ അല്ലേ? ഇതിൻ്റെ അകത്ത് ഓക്സിഡേഷൻ എലമെൻറ്റ് ആരാന്ന് ചോദിക്കും. ഓക്സിഡേഷൻ എലമെൻറ്റ് പിന്നെന്താണ്? റിഡക്ഷൻ എലമെൻറ്റ്, ഓക്സിഡേഷൻ ഏജൻറ്റ്, അതുപോലെ തന്നെ റിഡക്ഷൻ ഏജൻറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച പ്രകാരം എന്താണ് ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത്, അല്ലേ? ഇവിടെ നോക്കിക്കേ, നമ്മൾ 9 റൂള് പഠിച്ചായിരുന്നു, അല്ലേ? ഓക്സിഡേഷൻ നമ്പർ കാണുന്നതിൻ്റെ. അത് പ്രകാരം ഒറ്റ സ്റ്റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലേ? ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ. ഇതും ഫ്രീ സ്റ്റേറ്റിലാണ്, അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? കോമ്പൗണ്ട് ആണ്. അപ്പോൾ നോക്കിക്കേ, Mgയുടെ 2+ ആണ്, അല്ലേ? ഇതാണെങ്കിലോ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത ആരാ? ഇവിടെ നോക്കിയാൽ 0ൽ നിന്നും 2 അല്ല ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തു, അല്ലേ? വിട്ടുകൊടുത്തു. അപ്പോൾ എന്തായിരിക്കും? ഓക്സിഡേഷൻ. അല്ല എങ്കിൽ എന്താ? ഇവിടെ എന്താ? ഇലക്ട്രോൺസിനെ മേടിച്ചു. ആര് മേടിച്ചു? O മേടിച്ചു, അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? റിഡക്ഷൻ. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. ഓക്സിഡേഷൻ നമ്പർ കൂടി,
അതിന് പറയുന്ന പേരെന്താ? ഓക്സിഡേഷൻ. നോക്കിയാൽ 0-ൽ നിന്നും +2 ആയി അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഓക്സിഡേഷൻ ആണ്. അല്ലെങ്കിൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അതെന്താണ്? റിഡക്ഷൻ ആണ്. നോക്കിയാൽ 0-ൽ നിന്നും -2 ആയിട്ട് കുറഞ്ഞു, അപ്പോൾ എന്താ? റിഡക്ഷൻ. ഇനി ക്വസ്റ്റ്യൻ തരുന്നത് ഇങ്ങനെ ആയിരിക്കും. നോക്കിയോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അവർ ചോദിക്കും ഓക്സിഡേഷൻ എലമെൻ്റ് ആരാ? ഇവിടെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത ആരാ? Mg ആണല്ലേ. ഓക്സിഡേഷൻ എലമെൻറ്റ് Mg ആണ്. റിഡക്ഷൻ എലമെൻ്റ് ആരാ? ഇലക്ട്രോൺസിനെ മേടിച്ച ആരാ? O ആണല്ലേ. O ആണ്. ഇനി ഓക്സിഡേഷൻ ഏജൻറ്റ് പറയാൻ പോവാണ്. അച്ഛാ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിച്ച ആരാണോ അവർ എന്താണ്? റിഡ്യൂസിങ് ഏജൻറ്റും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത ആരാണോ അതെന്തായിരിക്കും? റിഡ്യൂസിങ് ഏജൻറ്റും ഇലക്ട്രോൺസിനെ മേടിച്ച ആരാണോ അവരെന്തായിരിക്കും? ഓക്സിഡേഷൻ ഏജൻറ്റും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിനെ മേടിച്ച ആരാ? O അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ ഏജൻറ്റ് ആരാണ്? O ആണ് അല്ലേ. ഓക്സിജൻ ആണ്. ഓക്സിജൻ അല്ലേ. ഇനി റിഡക്ഷൻ ഏജൻറ്റ് ആരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത ആരാ? അയാളായിരിക്കും റിഡക്ഷൻ ഏജൻറ്റ്. അപ്പോൾ ആരാ? Mg. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കാണുന്ന മെത്തേഡാണ്. ഓക്കെ അല്ലേ. അതിനകത്ത് നിങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു എലമെൻറ്റ് ഫ്രീ സ്റ്റേറ്റിലാണെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്കെ അല്ലേ. ഇപ്പോൾ O2 പോലെ എന്താണ് Mg പോലെ ഇവിടെയൊക്കെ എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഓക്കെ അല്ലേ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഒരു എലമെൻറ്റ് അയോണിക് സ്റ്റേറ്റിലാണെങ്കിൽ ഇപ്പോൾ Na- അല്ല Na+, O2 2- Cl-, ഇവയൊക്കെ എന്താണ്? അയോണിക് സ്റ്റേറ്റിലാണ്. എങ്കിൽ ഇവയുടെ ചാർജ് എന്താണോ, ഇവിടെ ചാർജ് ഇപ്പോൾ എന്താണ്? +1 ആണ്. അപ്പോൾ +1 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ എന്തായിരിക്കും? -2 അല്ലേ. അപ്പോൾ എന്താ? -2 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ. ഇതിൻ്റെ ചാർജ് എന്താണ്? -1 ആണ്. അപ്പോൾ -1 ആയിരിക്കും ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ അയോണിക് സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ചാർജ് തന്നെ ആയിരിക്കും എന്തായിരിക്കും? ഓക്സിഡേഷൻ നമ്പർ. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറച്ച് സംഭവം പറഞ്ഞുതരാം. ഈ എലമെൻസിൻ്റെയൊക്കെ Na+ൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണാപ്പാടം പഠിച്ചോണം. Na+ൻ്റെത് +1 ആയിരിക്കും. അതുപോലെ തന്നെ K+ൻ്റെ എന്തായിരിക്കും? +1 ആയിരിക്കും. Mg2+ എന്തായിരിക്കും? +2 ആയിരിക്കും. അതുപോലെ തന്നെ Ca2+ അവയുടെ എന്തായിരിക്കും? +2 ആയിരിക്കും. Cl- -1 ആണ്. F- എന്താ? -1 ആണ്. O2- അതെന്താണ്? 2- ആണ്. ഈ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ. ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ഇപ്പം H2SO4 ഓക്കെ അല്ലേ. ഇവ എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കൂട്ടിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്ന കോമ്പൗണ്ട്സിനകത്ത് എല്ലാ ഓക്സിഡേഷൻ നമ്പറും കൂട്ടിയാൽ കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? അതും ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഒരു അയോണിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അതിൻ്റെ ചാർജ് എന്തായിരിക്കും? അതായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ റൂൾസ് ഫോർ ഫൈൻഡിങ് ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള ആ റൂൾസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയെങ്കിലും ഒന്ന് പഠിച്ചു വെക്കണം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കാണുന്നത് എങ്ങനെയാണ്? ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ള റൂൾ നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഓക്സിഡേഷൻ നമ്പർ കാണുന്നത്. ഓക്കെ അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കിക്കോ. H2SO4 ഇതിൻ്റെ അകത്ത് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണണം. നമുക്ക് നോക്കാം. ഓക്സിഡേഷൻ നമ്പർ കാണാൻ പോവുകയാണ്. നമ്മൾ പഠിച്ച പ്രകാരം ഒരു കോമ്പൗണ്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ =0 ആണ് അല്ലേ. ആണ്. അപ്പോൾ എന്തായിരിക്കും? =0. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ അറിയാം. എത്ര ഓക്സിഡേഷൻ നമ്പർ? +1 ആണ് അല്ലേ. +1. സൾഫറിൻ്റെ അറിഞ്ഞുകൂടാ. X എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്സിജൻ്റെ അറിയാം അല്ലേ. -2 ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ, ഞാൻ പറഞ്ഞു എന്തായിരുന്നു? ഹൈഡ്രജൻ എന്താണ്? +1, ഓക്സിജൻ്റെ -2. നമുക്ക് സൾഫറിൻ്റെ അറിഞ്ഞുകൂടാ. X എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നോക്കിയേ, ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം. 2 × എന്താണ് ഓക്സിഡേഷൻ നമ്പർ? +1 ആണ് അല്ലേ. +1 ബ്രാക്കറ്റിൽ ഇട്ടു. പ്ലസ് നമുക്ക് സൾഫറിൻ്റെ അറിയുമോ? ഇല്ല. X എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. പ്ലസ് ഇവിടെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 4 ഓക്സിജൻ ആറ്റം ഉണ്ട്. 4 × -2 ഓക്കെ അല്ലേ. =0. എല്ലാത്തിൻ്റെയും സം എല്ലാത്തിൻ്റെയും ഓക്സിജൻ നമ്പറിൻ്റെ സം =0 ആണ് അല്ലേ. ഇനി 2 × +1 എന്താ? 2 ആണ്. പ്ലസ് X 4 ×
-2 എന്തായിരിക്കും -8 ആയിരിക്കും അല്ലേ ഈസിക്കൽ ടു 0. നോക്കിക്കേ 2 - 8 എന്താ -6 ഈസിക്കൽ ടു 0. എക്സ് ഈസിക്കൽ ടു എന്താ +6 ആണ്. അപ്പോൾ ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ് +6 ആണ് അല്ലേ. അങ്ങനെ എന്ത് ചെയ്യണം ഓക്സിഡേഷൻ നമ്പർ കാണണം. ഞങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട സാധാരണ ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയോ. Na2S2O3 ഇതിൻ്റെ അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ K2Cr2O7. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ Na2B4O7. ഇതിൻ്റെ അകത്ത് സൾഫറിൻ്റെ കാണണം, ഇതിൻ്റെ അകത്ത് ക്രോമിയത്തിൻ്റെ കാണണം, ഇതിൻ്റെ അകത്ത് ബിയുടെ ഓക്സിഡേഷൻ നമ്പർ കാണണം. ഓക്കെ, ഇത്രയും ഒന്ന് എഴുതിയെടുത്ത് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ ഓക്സിഡേഷൻ നമ്പറിനകത്ത് തന്നെ വരുന്നതാണ് എന്ത് സ്റ്റോക്ക് നൊട്ടേഷൻ. ഇപ്പോൾ ഒരു നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻ്റ് ഇല്ലേ ട്രാൻസിഷൻ മെറ്റൽ, ട്രാൻസിഷൻ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിൻ്റെ ലെറ്ററിൻ്റെ കൂടെ സിമ്പലിൻ്റെ കൂടെ റോമൻ ലെറ്ററിൽ എഴുതി വെക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻ്റ് ദ സ്റ്റോക്ക് നൊട്ടേഷൻ ഓഫ് എന്താണ് Fe2O3. Fe2O3യുടെ എന്ത് ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ സ്റ്റോക്ക് നൊട്ടേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുക. എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുക സ്റ്റോക്ക് നൊട്ടേഷനിൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ച റൂൾ പ്രകാരം എന്താ ഓക്സിഡേഷൻ നമ്പർ കാണും അല്ലേ. നമ്മൾ പഠിച്ച പ്രകാരം എന്തായിരിക്കും ഒരു കോമ്പൗണ്ട്സിൻ്റെ എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ ദ സം ഈസിക്കൽ ടു 0 ആണ് അല്ലേ. നമുക്ക് എന്താ എഫിയുടെ അറിഞ്ഞുകൂടാ, നമ്മൾ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്തു അല്ലേ. അപ്പോൾ 2 Fe ആറ്റം 2 ഇൻറ്റു ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എന്താ അറിഞ്ഞുകൂടാ, ഞാൻ Fe എന്ന് എക്സ് എന്ന് ഇട്ട് കൊടുത്തു. പ്ലസ് ഓക്സിജൻ എത്ര ആറ്റം ഉണ്ട് 3 ആറ്റം ഉണ്ട് ഇൻറ്റു -2 ഈസിക്കൽ ടു 0. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് 3 എന്താണ് 3 ഇൻറ്റു -6 എന്താണ് -2 ഈസിക്കൽ ടു -6 ഈസിക്കൽ ടു 0 അല്ലേ. 2x -6 ഈസിക്കൽ ടു 0 അല്ലേ. 2x -6 ഈസിക്കൽ ടു 0. ഇനി നോക്കിക്കോ എന്തായിരിക്കും 2x ഈസിക്കൽ ടു +6 x ഈസിക്കൽ ടു 6/2 എന്തായിരിക്കും എക്സ് ഈസിക്കൽ ടു +3 ആണ് അല്ലേ. അപ്പോൾ എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ് +3 ആണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ 3 എന്നുള്ളത് എന്ത് ചെയ്യും Fe എന്ന് ലെറ്റർ എഴുതിയിട്ട് ഈ 3 എന്ത് ചെയ്യും റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ എഴുതിയിടും. റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ എഴുതിയിടും കണ്ടോ. അതിന് പറയുന്ന പേരെന്താ സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെൻറ്റേഷൻ എന്നാണ് പറയുന്നത്. സാധാരണ ചോദിക്കാറുള്ളതാണ് കേട്ടോ. റെപ്രസെൻറ്റ് ദ എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഇൻ സ്റ്റോക്ക് നൊട്ടേഷൻ. സ്റ്റോക്ക് നൊട്ടേഷൻ എന്ത് ചെയ്യുക ഓക്സിഡേഷൻ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന എലമെൻറ്റ്സിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുക റോമൻ ലെറ്ററിൽ എഴുതി വെക്കുക. അതിന് പറയുന്ന പേരെന്താ സ്റ്റോക്ക് നൊട്ടേഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കേട്ടോ ഓക്സിഡേഷൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറയും. ഒരു സപ്പോസ് നോക്കിക്കോ ഇപ്പോൾ K4 FeCN6 ഇതിൻ്റെ അകത്ത് Feയുടെ ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറയും. ഓക്കെ, ഇവിടെ CN എന്താണ് CN എന്താ ഒരു ഗ്രൂപ്പാണ് അല്ലേ. അപ്പോൾ ഈ അങ്ങനെ വരുവാണെങ്കിൽ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ എഴുതി വെച്ചോ. CNൻ്റെ -1 ആണ്, COയുടെ 0 ആണ്, H2O എന്താണ് 0 ആണ്. ഈ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നിങ്ങളൊന്ന് എഴുതി വെക്കും കേട്ടോ. CN -1 ആണ്, CO 0 ആണ്, H2O എന്താണ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് Kയുടെ അറിയാം. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു തന്നില്ലേ Kയുടെ എന്താ +1 ആണ് അല്ലേ +1 ആണ്. Kയുടെ +1 ആണ്. Feയുടെ അറിഞ്ഞുകൂടാ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്തു. Nൻ്റെ എത്രയാണ് CN എത്രയാണ് -1 ആണ് അല്ലേ -1 ആണ്. ഇനി അത് മൊത്തം കാണാൻ പോവാം. അപ്പോൾ ഇതിൻ്റെ സം ഈസിക്കൽ ടു 0 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പറിൻ്റെ സം ഈസിക്കൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ നോക്കിയാൽ 4 എന്തുണ്ട് പൊട്ടാസ്യം ആറ്റം ഉണ്ട് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു ഓക്സിഡേഷൻ നമ്പർ +1 അല്ലേ. പ്ലസ് Feയുടെ എത്ര അറിഞ്ഞുകൂടാ എക്സ് എന്ന് റെപ്രസെൻ്റ് ചെയ്തു. പ്ലസ് എത്ര CN എന്താണ് CN 6 ആറ്റം ഉണ്ട്. 6 ഇൻറ്റു -1 ഈസിക്കൽ ടു 0 അല്ലേ. അപ്പോൾ എന്താണ് 4 ഇൻറ്റു +1 എന്താ 4 ഇൻറ്റു +1 എന്താണ് 4 ആണ്.
പ്ലസ് എന്തായിരിക്കും എക്സ് 6 ഇൻറ്റു -1 -6 ഈസ് ഈക്വൽ ടു 0 അല്ലേ. നോക്കിക്കോ എക്സ് 4 - 6 എന്തായിരിക്കും -2 ആയിരിക്കും ഈസ് ഈക്വൽ ടു 0 എക്സ് ഈസ് ഈക്വൽ ടു +2 അല്ലേ. ഇവിടെ എന്തായിരിക്കും എക്സിൻ്റെ ഈ എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അങ്ങനെ എന്താ ഒരു ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പർ ചോദിക്കാറുണ്ട്. ഈ സാധനം ഒന്ന് എഴുതി വെച്ചേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. സ്റ്റോക്ക് നൊട്ടേഷനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ളത്. ഞാൻ 2 എക്സാമ്പിൾ തരാം, അതൊന്ന് എഴുതി വെച്ചോ. FeCO5 ഇതിൻ്റെ എന്ത് ചെയ്യുക, എഫിയുടെ ഓക്സിഡേഷൻ നമ്പർ കാണണം. ഓക്കെ അല്ലേ. അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കണം. സ്റ്റോക്ക് നൊട്ടേഷനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഓക്സിഡേഷനും ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. നമുക്ക് ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ 4 എണ്ണം ഉണ്ട്. ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ, ഇത് 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പിനേഷൻ റിഡോക്സ് റിയാക്ഷൻ, ഓക്കെ അല്ലേ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡീകോമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷൻ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ, ഓക്കെ അല്ലേ. ഇതിൽ ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ. നോക്കിയോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു എലമെൻറ്റ് എയോ അല്ലെങ്കിൽ ബിയോ അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി എന്തായിരിക്കണം, ഫ്രീ സ്റ്റേറ്റിലായിരിക്കണം. ഇതാണ് എന്ത് കോമ്പിനേഷൻ റിയാക്ഷൻ്റെ ഫോർമുല. എന്താ സിമ്പിൾ ഫോർമുല എന്താണ്, A+B ഗീവ്സ് എന്തായിരിക്കും AB ആണ് അല്ലേ. ഇതാണ് ജനറൽ ഫോർമുല കോമ്പിനേഷൻ റിയാക്ഷൻ്റെ. എയും ബിയും തമ്മിൽ കമ്പൈൻ ചെയ്ത് AB ആയിട്ട് മാറും. അതിനകത്ത് എയും അല്ലെങ്കിൽ ബി എന്തായിരിക്കണം, എയോ അല്ലെങ്കിൽ ബിയോ എന്തായിരിക്കണം, ഫ്രീ സ്റ്റേറ്റിലായിരിക്കണം. രണ്ടും ഫ്രീ സ്റ്റേറ്റിലായാലും കുഴപ്പമില്ല. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ത് ചെയ്യും, ഡീകോമ്പോസ് ചെയ്ത് ബിയും സിയും ആയിട്ട് മാറി. ഓക്കെ അല്ലേ. ഇതിൽ എന്തായിരിക്കണം, ബിയും സിയും ഫ്രീ സ്റ്റേറ്റിൽ ആയിരിക്കണം. അതാണ് ഡീകോമ്പോസിഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A+BC ഗീവ്സ് എന്താണ്, AC + B ആണ്. ഇതിൻ്റെ അകത്ത് എയും ബിയും അല്ലെങ്കിൽ എയും ബിയും എന്തായിരിക്കണം, ഫ്രീ സ്റ്റേറ്റിൽ ആയിരിക്കണം. അതിന് പറയുന്ന പേരെന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷൻ 2 ടൈപ്സ് ഉണ്ട്. എന്തായിരിക്കും, മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷനും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിഡോക്സ് റിയാക്ഷനും. ഓക്കെ അല്ലേ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കോമ്പൗണ്ട്സിനകത്ത് ഒരു എലമെൻറ്റ് തന്നെ എന്ത് കാണിക്കും, ഓക്സിഡേഷനും റിഡക്ഷനും കാണിക്കും. ഓക്കെ അല്ലേ. ഇൻ എ കോമ്പൗണ്ട് 1 എലമെൻറ്റ് ഷോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. 2H2O2 ഗീവ്സ് എന്തൊക്കെയായിട്ട് മാറും, 2H2O + O2 അല്ലേ. ഇതിനകത്ത് നോക്കിക്കേ, ഞാൻ പറഞ്ഞായിരുന്നു ഹൈഡ്രജൻ നമ്മൾ റൂള് പഠിക്കുമ്പോഴത്തേക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത്, ഹൈഡ്രജൻ പെറോക്സൈഡിനകത്ത് എന്താണ് ഓക്സിജൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും, -1 ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്തായിരിക്കും, +1, Hൻ്റെ +1 ആണ്, ഓട -1 ആണ്. ഇവിടെ ഓടെന്ന് എന്തായിരിക്കും, കോമ്പൗണ്ട്സ് അല്ലേ, അപ്പോൾ H2O അല്ലേ, അപ്പോൾ എന്താ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഓ ഇവിടെ ഫ്രീ സ്റ്റേറ്റിലല്ലേ, അപ്പോൾ എന്തായിരിക്കും 0 ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഇവിടെ -1ൽ നിന്നും -2 ആയിട്ട് മാറിയല്ലേ, അപ്പോൾ എന്ത് ചെയ്ത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ എന്തായിരിക്കും, റിഡക്ഷൻ ആണ് അല്ലേ, റിഡക്ഷൻ. ഇവിടെ നോക്കിക്കേ, O എന്തായിട്ട് മാറി, -1ൽ നിന്നും 0 ആയിട്ട് മാറി അല്ലേ, അപ്പോൾ എന്തായിരിക്കും ഓക്സിഡേഷൻ നമ്പർ കൂടി അല്ലേ, അപ്പോൾ എന്തായിരിക്കും ഓക്സിഡേഷൻ ആയിരിക്കും, ഓക്സിഡേഷൻ. നോക്കിക്കേ, ഇവിടെ O എന്ന് പറയുന്ന എലമെൻറ്റ് എന്തൊക്കെ സംഭവിച്ചു, റിഡക്ഷനും സംഭവിച്ചു, ഓക്സിഡേഷനും സംഭവിച്ചു. അതിന് പറയുന്ന പേരെന്താ, ഡിസ്പ്രൊപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ. 2-3 പ്രാവശ്യം എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഡിഫൈൻ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിഡോക്സ് റിയാക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്കും കഴിഞ്ഞു.
ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. ബാലൻസിങ് ഓഫ് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഈ എക്സാമിന് പോകുവാണെങ്കിൽ എന്ത് ചെയ്യണം? ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ പഠിച്ചുകൊണ്ട് തന്നെ പോകണം, അല്ലാതെ പോയിട്ട് കാര്യമില്ല. എല്ലാ എക്സാമിനും എപ്പോഴും ചോദിക്കുന്ന എന്ത് ക്വസ്റ്റ്യനാണ്? ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാം? റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും അതുപോലെ തന്നെ അടുത്ത എന്താണ്? അയൺ ഇലക്ട്രോൺ മെത്തേഡ് പ്രകാരവും എന്താ, അല്ലെങ്കിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് പ്രകാരവും നമുക്ക് എന്ത് ചെയ്യാം? റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഒരു 4-5 സ്റ്റെപ്പ് ഉണ്ട്. ഇതിൽ തന്നെ ഓക്സിഡേഷനിൽ തന്നെ എന്തുണ്ട്? അസിഡിക് മീഡിയയും ഉണ്ട്, ബേസിക് മീഡിയയും ഉണ്ട്. ഇതിലും എന്തുണ്ട്? അയൺ ഇലക്ട്രോൺ മെത്തേഡിലും എന്തുണ്ട്? അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അവർ എക്സാമിന് മിക്കപ്പോഴും എന്ത് ചെയ്യാറില്ല, പറയാറില്ല എന്താ ബാലൻസ് ദ റിഡോക്സ് റിയാക്ഷൻ എന്നേ പറയാറുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ചിലപ്പോൾ എന്ത് ചെയ്യും? അവർ പ്രത്യേകം മെത്തേഡ് എടുത്ത് ചോദിക്കും. അവർ പ്രത്യേകം പറയും അയൺ ഇലക്ട്രോൺ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറയും? ബാലൻസ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അയൺ ഇലക്ട്രോൺ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ബാലൻസ് ചെയ്യണം. ഓക്കെ അല്ലേ? ആ രണ്ട് ഇതാണ് എന്താ ഈ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീഡിയോയിൽ 5-ാമത്തെയും 4, 5, 6 എന്താണ്? ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത് എന്ത് ചെയ്യുന്നില്ല, ഇത് റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അധികം എന്ത് ചെയ്യുന്നില്ല, ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? അറിയാൻ വയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ 4, 5, 6 വീഡിയോ 4, 5, 6 എന്താണ് ഇഷ്ടംപോലെ പ്രോബ്ലം പറയുന്നുണ്ട്. ഏതെങ്കിലും കണ്ട് എന്ത് ചെയ്യുക? പഠിക്കണം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗാൽവാനിക് സെല്ല് ഉണ്ടാക്കാൻ പഠിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഗാൽവാനിക് സെൽ ഈസ് എ ഡിവൈസ്. അതെന്താ? അതൊരു ഡിവൈസ് ആണ്. ഗാൽവാനിക് സെല്ലാണ് പറയുന്നത്. എന്താ ഗാൽവാനിക് സെല്ല്? ഗാൽവാനിക് സെല്ലാണ് അല്ലേ? എന്താണെന്നറിയാം ഗാൽവാനിക് സെല്ല്? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ്. എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എന്താണ്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്ത്? ഗാൽവാനിക് സെല്ല്. അപ്പോൾ നമുക്ക് ഡാനിയൽ സെല്ലാണ് നിങ്ങൾക്ക് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഡാനിയൽ സെല്ല് ഉണ്ടാക്കാൻ വേണ്ടി 2 ബീക്കർ എടുക്കുക. അതിനകത്ത് ഒരു ബീക്കറിനകത്ത് എന്ത് ചെയ്യുക? സിങ്ക് ഓക്സൈഡ്, സിങ്ക് സൾഫേറ്റ് നിറക്കുക. അടുത്ത ബീക്കറിനകത്ത് എന്ത് ചെയ്യുക? കോപ്പർ സൾഫേറ്റ് ഒഴിക്കുക. അവിടെ എന്ത് ചെയ്യുക അറിയാമോ? ഇവിടെ ഏത് മെറ്റലാണോ ആ മെറ്റലിൻ്റെ എന്ത് ചെയ്യുക? ആ മെറ്റലെടുത്ത് എന്ത് ചെയ്യുക? ഈ ബീക്കറിൽ ഡിപ്പ് ചെയ്യുക. ഇവിടെ ഇപ്പം സിങ്ക് സൾഫേറ്റ് അല്ലേ? അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ എടുത്ത് ഡിപ്പ് ചെയ്യുക. ഇവിടെ കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ എന്ത് ചെയ്യുക? ഡിപ്പ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു കോപ്പർ വയർ വെച്ചിട്ട് എന്ത് ചെയ്യുക? കോപ്പർ വയർ ഉപയോഗിച്ച് ഈ 2 ഇലക്ട്രോഡും കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? സാൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ട് ഈ 2 ബീക്കറേയും കണക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിങ്ക്, ഇത് കണ്ടോ? സിങ്ക് ഈ ഭാഗം എന്തായിരിക്കും? ആനോഡ് ഇലക്ട്രോഡാണ്. എന്താണ്? ആനോഡ് ഇലക്ട്രോഡ്. ഇതെന്താണ്? കാഥോഡ് ഇലക്ട്രോഡാണ്. ഓക്കെ അല്ലേ? കഴിഞ്ഞാൽ ഇതിനിപ്പോൾ എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇതിനാണെങ്കിലോ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോണം, ഗാൽവാനിക് സെല്ലിനകത്ത് ആനോഡിന് നെഗറ്റീവും കാഥോഡിന് പോസിറ്റീവുമാണ്. ഓക്കെ അല്ലേ? ഇനി ഓക്സിഡേഷൻ നടക്കുന്ന എവിടാണ്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എവിടാണ്? സിങ്കിനാണ് അല്ലേ? ഓക്സിഡേഷൻ സംഭവിക്കുന്നത് സിങ്കിനാണ്. ഓക്സിഡേഷൻ ആർക്കാ സംഭവിക്കുന്നത്? സിങ്കിന്. റിഡക്ഷൻ സംഭവിക്കുന്ന ആർക്കായിരിക്കും? കോപ്പറിനായിരിക്കും അല്ലേ? ഇവിടെ നോക്കിക്കോണം, സിങ്ക് എന്ന് പറയുന്ന മെറ്റല് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറും? സിങ്ക് അയോൺസ് ആയിട്ട് മാറും. അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന ആറ്റം, ഇസഡ് എന്ന് പറയുന്ന ആറ്റം എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറും? Zn2+ ആയിട്ട് മാറും. Zn2+ ആയിട്ട് മാറും. അതിന് പറയുന്ന പേരെന്താ?
ഓക്സിഡേഷൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കോണം, ആയിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, ആ ഇലക്ട്രോൺസ് ഇതിലെ പാസ് ചെയ്ത് ഇവിടെ വരും അല്ലേ. ഇവിടെ വന്നിട്ട് എന്തായിരിക്കും റിഡക്ഷൻ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോൺസിനെ മേടിക്കുന്ന ആരായിരിക്കും, കോപ്പർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കോപ്പർ അയോൺസ് ഉണ്ട്, ഇവിടെ ഇഷ്ടംപോലെ കോപ്പർ അയോൺസ് ഉണ്ട്. ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യുമെന്നറിയാമോ, ഈ 2 ഇലക്ട്രോൺസിനെ മേടിച്ചിട്ട് എന്തായിട്ട് മാറും, കോപ്പറായിട്ട് മാറും. ഓക്കെ അല്ലേ. സിമ്പിൾ ഫോർമുല ഞാൻ പറഞ്ഞു തരാം. ആറ്റം ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതുന്നത് നോക്കണം. ആറ്റം ഗീവ്സ് അയോൺസ് പ്ലസ് ഇലക്ട്രോൺസ്, അയോൺസ് പ്ലസ് ഇലക്ട്രോൺ. ഇവിടെ നോക്കണം, അയോൺസ് പ്ലസ് ഇലക്ട്രോൺ ഗീവ്സ് ആറ്റം. ഇതാണ് എന്ത്, ജനറൽ ഫോർമുല. ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും ജനറൽ ഫോർമുല ആണ് എഴുതി വെച്ചേക്കുന്നത്. ഇനി എന്താ, ഇതിൻ്റെ റിഡോക്സ് ഇക്വേഷൻ എഴുതാൻ പറയും. റിഡോക്സ് ഇക്വേഷൻ എഴുതാൻ നേരത്ത് നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. എന്ത് ചെയ്യുക, ഓക്സിഡേഷൻ ആദ്യമേ എഴുതി വെക്കുക. Zn2 പ്ലസ് 2 ഇലക്ട്രോൺസ് എന്താണ്, Cu2++2 ഇലക്ട്രോൺ ഗീസ് എന്താണ്, Cu. ഈ 2 ഇലക്ട്രോൺസ് നിങ്ങൾ വെട്ടിക്കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ ഒരു വഴയിടുക. എന്നിട്ട് എന്താ, ഈ ആരോ മാർക്ക് അല്ലേ, ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്, ഇവിടെ ഒരു ആരോ മാർക്കുണ്ട് അല്ലേ. ഈ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്തുള്ളതൊക്കെ അത് എഴുതി വെക്കുക. Zn, ഇതിൻ്റെ ഇപ്പുറത്ത് ആരുണ്ട്, Zn ഉണ്ട്. ഈ ആരോ മാർക്കോ Cu2+ ഉണ്ട് അല്ലേ, Cu2+ ഉണ്ട്. ഗീവ്സ്, ഈ ആരോ മാർക്കിൻ്റെ ഇപ്പുറത്ത് ആരൊക്കെ ഉണ്ട്, Zn2+ ഉണ്ട്, Zn2+ ഉണ്ട്. ഇപ്പുറത്ത് ആരുണ്ട്, കോപ്പർ ഉണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്, റിഡോക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഈ ചാപ്റ്റർ ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനുള്ള, നിങ്ങൾ പഠിക്കാൻ നേരത്ത് എന്ത് ചെയ്യണം, ആദ്യമേ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. ഓക്കെ അല്ലേ. റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യാൻ പഠിക്കണം. 2 മെത്തേഡും പഠിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കാണാൻ പഠിക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് നൊട്ടേഷനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓക്സിഡേഷൻ്റെയൊക്കെ പഠിക്കണം. പിന്നെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ അതും നിങ്ങൾ പഠിച്ചുകൊണ്ടേ എക്സാമിന് പോകാവുള്ളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.